ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഒരു ഇടയ്ക്കിടെ തികട്ടി വരുന്ന ഒരു ചോദ്യം: എന്തുകൊണ്ട് നമ്മൾ ക്രിസ്തു അനുയായികളാകണം? എന്തുകൊണ്ട് നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കണം? ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രിസ്തുവിനുള്ള പ്രസക്തി എന്താണ്? നമ്മൾ ക്രിസ്തീയ കുടുംബങ്ങളിൽ ജനിച്ചു കാണും. നമ്മൾക്ക് ഓർമ്മ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മാമോദിസ മുങ്ങിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ നമ്മുടെ പാരൻസ് നമ്മളെ കാറ്റഗിസം ക്ലാസ്സുകളിൽ വിട്ടിട്ടുണ്ടാകും. പിന്നെ നമ്മൾ ക്രിസ്തീയ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ചിട്ടുണ്ടാവും. ഇതുകൊണ്ടൊക്കെ മാത്രമാണോ നമ്മൾ ക്രിസ്തു അനുയായികളായി തുടരുന്നത് എന്ന ചോദ്യം? അതോ നമുക്ക് പൂർണ്ണമായ ബുദ്ധി ഉദിച്ചതിന് ശേഷം നമ്മൾ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രതാവായി തിരഞ്ഞെടുക്കുകയാണോ ചെയ്തത്? അതോ വെറുതെ ഇങ്ങനെ ഒരു ഒഴുക്കിൻ്റെ കൂടെ പോകുവാനായി, ആ ഒരു സൊസൈറ്റിയുടെ അംഗീകാരം കിട്ടുവാനായി, ആരെയും വെറുപ്പിക്കാതിരിക്കുവാനായി വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് നമ്മൾ നമ്മുടെ ജീവിതം ക്രിസ്തു അനുയായി എന്ന ലേബലിൻ്റെ കീഴിൽ മാത്രം തീപിടിക്കാത്ത ക്രിസ്തു അനുയായികളായി ജീവിച്ച് തീർക്കുകയാണോ ചെയ്യുന്നത്? ഇന്നത്തെ വചനഭാഗം ഈ ഒരു കാര്യം വളരെ വ്യക്തമാക്കുന്നതാണ്. ഇതിനകത്ത് വളരെയധികം ക്ലാരിറ്റി കൊണ്ടുവരുന്ന വചന ഭാഗമാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ യോഹന്നാൻ്റെ ശിഷ്യന്മാർ പെട്ടെന്ന്, അത്രയും നാൾ യോഹന്നാനായിരുന്നു സൂപ്പർ സ്റ്റാർ. യോഹന്നാനായിരുന്നു ഈ ക്രിസ്തുവിൻ്റെ വരവിനെ പ്രഘോഷിച്ചുകൊണ്ട് മരുഭൂമിയിൽ മുഴങ്ങുന്ന ശബ്ദമായി യോഹന്നാൻ അങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന സമയത്ത് യേശു ക്രിസ്തു വന്ന് അവൻ്റെ കയ്യിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും യേശു ക്രിസ്തു സുവിശേഷം ഷെയർ ചെയ്യുവാനായിട്ട് തുടങ്ങുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ യോഹന്നാൻ്റെ ശിഷ്യന്മാർ വളരെ അധികം പേർ അവൻ്റെ പുറകെ പോകുന്നു. അവൻ്റെ ശിഷ്യന്മാർ വന്നിട്ട് പറയുകയാണ്, എല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ യോഹന്നാൻ പ്രതിവചിച്ചു, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ യഥാർത്ഥ യേശുവിൻ്റെ അടുത്ത് പോയാലും അൾട്ടിമേറ്റ്ലി വരദാനങ്ങൾ വരുന്നത് അബ്ബാ പിതാവിൻ്റെ കയ്യിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ വീണ്ടും പറയുന്നു, എൻ്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു നിലപാടാണോ നമുക്കുള്ളത്? നമ്മൾ വിശ്വാസത്തിൽ അത്രയ്ക്കൊക്കെ വളർന്നുവോ? അതോ ഇപ്പോഴും ഒരു പൈങ്കിളി ക്രിസ്ത്യാനി അല്ലെങ്കിൽ വിശ്വാസത്തിൽ ഒരു ശിശുവായി തന്നെയാണോ നമ്മൾ നിൽക്കുന്നത്? അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. അപ്പോൾ അവൻ എന്നിൽ വളരുമ്പോൾ എൻ്റെ അഹം ഇല്ലാതാകുന്നു.
യേശു ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു. നമ്മുടെ എല്ലാ പ്രവൃത്തികളും ക്രിസ്തുവിനാൽ പ്രചോദിതമായി തീരുന്നു. ക്രിസ്തുവിന് നിരക്കാത്ത ഒരു കാര്യവും നമ്മൾ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് നമുക്ക് സന്തോഷം നൽകുന്നില്ല. നമ്മുടെ മാംസം വചനം ധരിക്കുന്നു. ക്രിസ്തുവിനാൽ നമ്മൾ നയിക്കപ്പെടുന്നു. പൂർണ്ണമായും നമ്മൾ ക്രിസ്തുവിന് സറണ്ടർ ചെയ്യുന്നു. ഈ ഒരു ക്രിസ്തു മനോഭാവത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ഈ ലോകത്തിൻ്റെ ഒരു പ്രശ്നവും നമ്മളെ അലട്ടുകയില്ല. നമ്മൾ ക്രിസ്തുവിനെ പ്രതി നഷ്ടം സഹിക്കുവാൻ നമ്മൾ സന്തോഷത്തോടെ തയ്യാറാകും. ഈ ഒരു ക്രിസ്തു അനുഭവത്തിലേക്ക് നമ്മൾ വളർന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വളർന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥശൂന്യമായി പോകും. നമ്മളിങ്ങനെ പള്ളിക്കാര്യവും പെരുന്നാളും പ്രദക്ഷിണവും 25,000 രൂപയ്ക്ക് കോഴി ലേലം ചെയ്യലും, എന്താണ് ഇന്നിപ്പോൾ ഒരു ഇവൻ്റ് നടക്കുന്നുണ്ട്, കപ്പിൾസ് ഡേ, മറ്റേ ഡേ, മറിച്ച ഡേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ ജാതി പൊള്ളയായ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കോറായിട്ടുള്ള കാര്യം നമ്മൾ മറന്നു പോകുന്നു. അവൻ നമ്മിൽ വളരുകയും നമ്മൾ ചെറുതാവുകയും വേണം. അതുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന യാതൊരുവിധ കലഹങ്ങളോ ഒന്നും നമ്മൾ കാണേണ്ടി വരില്ലായിരുന്നു. ക്രിസ്തു നമ്മൾക്ക് നഷ്ടപ്പെടുന്നു. നമ്മൾ വ്യക്തിപൂജ ചെയ്യുന്നു. അവരും ഇവരുമൊക്കെ പറയുന്നത് കേട്ട് തർക്കങ്ങളിൽ ഏർപ്പെടുന്നു. സ്വന്തം ലാഭം നമ്മൾ നോക്കുന്നു. നമ്മുടെ അഹം നമ്മളെ കീഴടക്കുന്നു. ക്രിസ്തുവിന് സ്ഥാനമില്ലാതാകുന്നു. ക്രിസ്തു ഇല്ലാത്തവരാൽ നമ്മൾ നയിക്കപ്പെടുന്നു. നമ്മൾ തെരുവിലാക്കപ്പെടുന്നു. അപ്പോൾ ഏറ്റവും ഒരു ക്രിസ്തു അനുയായി എന്ന രീതിയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യം ക്രിസ്തുവിനെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. അവൻ വളരണം. We must be possessed by Jesus Christ. We must be possessed by the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു ജീവിതം, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും അകറ്റുന്ന അവൻ്റെ കൃപയാൽ, അവൻ്റെ കരുണയാൽ നിറഞ്ഞ് ഈ ലോകത്തിന് തന്നെ പ്രകാശമായി തീരുന്ന ജ്വലിക്കുന്ന ക്രിസ്തു അനുയായികളാകുവാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അത് സാധ്യമാകാത്തിടത്തോളം കാലം നമ്മൾ വെറുതെ ഈ ലേബലൊട്ടിച്ച വ്യാജ ക്രിസ്തു അനുയായികളായി ജീവിച്ച് തീർക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അവസാനം ഇതിനെല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പ്രിയപ്പെട്ട സഹോദരരെ, നമ്മുടെ കണ്ണുകൾ നമുക്ക് തുറക്കാം. നമ്മുടെ ഈ ഉറക്കം നടിക്കൽ നമുക്ക് അവസാനിപ്പിക്കാം. ഇന്ന് വൈകുന്നേരം പെരിയാറിൻ്റെ തീരത്ത് കാറ്റൊക്കെ കൊണ്ടിരിക്കുമ്പോൾ പഴയ ക്ലാസ്മേറ്റാണ് എന്നോട് ചോദിച്ചു, നമ്മുടെ സഭയിൽ വിഗ്രഹാരാധനയുണ്ടോ? അവന് തീർച്ചയായും ഉണ്ട്. വിഗ്രഹാരാധന കൂടിക്കൂടി വരുന്നു. വ്യക്തിപൂജയും കൂടിക്കൂടി വരുന്നു. ആ വ്യക്തിപൂജ എന്ന് പറയുമ്പോൾ തന്നെ അത് വിഗ്രഹാരാധനയാണ്. തീർച്ചയായും ഉണ്ട്. ഇതിനൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നേ ഇല്ല. നമ്മൾ എല്ലായിടത്തും വെള്ളം കലക്കുന്നു. ഇന്നത് ക്രിസ്തുവിന് നിരക്കാത്തതാണെന്നൊക്കെ പറയാനുള്ള ധൈര്യം നമ്മൾക്ക് ചോർന്നു പോയിരിക്കുന്നു. അത് പറഞ്ഞു കഴിയുമ്പോൾ ഈ ലോകത്തിൻ്റെ മാഫിയകൾ നമ്മളെ ഒറ്റപ്പെടുത്തും. അതിനെ ഒറ്റപ്പെട്ടാലും എനിക്ക് ക്രിസ്തുവാണ് വലുത് എന്ന ചിന്താഗതിയിലോട്ടൊന്നും വരുവാനൊന്നും
ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളത് വളരെ വളരെ ദുഃഖകരം. അപ്പോൾ എന്ത് സംഭവിക്കും? ക്രിസ്തു അനുധാവനം ചെയ്ത രീതിയിൽ നമ്മൾ ക്രിസ്തീയതയിൽ ഉയരാതെ പോകും. നമ്മൾ ഫലം പുറപ്പെടുവിക്കാതെ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകി ഇല്ലാതാകുമ്പോഴാണ് അത് ഫലം പുറപ്പെടുവിക്കുന്നത്. ക്രിസ്തു തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു, സ്വന്തം ജീവൻ രക്ഷിക്കാൻ നോക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. അതുപോലെ എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതവന് ലഭിക്കും, സമൃദ്ധിയായി ലഭിക്കും. ഈ ഒരു വിവേകത്തിലേക്ക് അവൻ വളരുകയും നമ്മൾ കുറയുകയും വേണം എന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമാറാകട്ടെ. അനുദിനം എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിൻ്റെ വചനത്തിന് അധിഷ്ഠിതമായി പ്രവർത്തിക്കാൻ വേണ്ട വിവേകവും ശക്തിയും തെളിമയും എല്ലാം ധൈര്യവും എല്ലാം സർവേശ്വരൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അനുദിനം വചനം വായിക്കുകയും മനനം ചെയ്യുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന യഥാർത്ഥ ക്രിസ്തു അനുയായികളായി നമുക്ക് മാറാം. അപ്രകാരം ആ ക്രിസ്തീയതയുടെ മനോഹാരിതയിൽ, ആ ക്രിസ്തുവിൻ്റെ ശക്തിയിൽ തീപിടിച്ച ക്രിസ്തു അനുയായികളായി നമുക്ക് മാനവ സേവ ചെയ്യാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർ ക്രിസ്തുവിനെ ദർശിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. God bless.